ചട്ടംചാലിലെ അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണത്തിന് എതിരെയുള്ള ജനകീയ കൺവെൻഷന് അർബന് ബാങ്ക് ഹാളില് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂര് ഉദ്ഘാടനം ചെയ്തു. തലപ്പാടിയില് നിന്ന് തിരുവനന്തപുരത്തേക്ക് 120 കിലോമീറ്റർ സ്പീഡില് ഓടി എത്താന് 6-വരി സൂപ്പര് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങള് പുരോഗമിക്കുമ്പോള് പ്രാദേശികമായി സഞ്ചാര സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി നിഷേധിക്കുന്ന അവസ്ഥയാണുള്ളത് എന്ന് സമരസമിതി ചൂണ്ടിക്കാട്ടി. ദേളി, MIC, പള്ളത്തുംകാല്, തൈര റോഡുകളില് നിന്നുമെല്ലാം ഹൈവേ റോഡിന്റെ മറുഭാഗത്തെത്താന് നിലവില് വഴികളില്ല. കാസർകോട് നിന്ന് ദേളി വഴി ചട്ടഞ്ചാലിലേക്കും ബന്തെടുക്ക ഭാഗങ്ങളിലേക്കും 100ഓളം KSRTC ബസ് ട്രിപ്പുകളും കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമുള്ള 100ഓളം സ്കൂള് ബസ്സുകളും ആയിരക്കണക്കിന് സ്വകാര്യ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നു പോവേണ്ടത്. മാത്രമല്ല ചട്ടംചാല് സ്കൂളിലെയും MIC സ്കൂളിലെയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും സഞ്ചരിക്കേണ്ടതായിട്ടുള്ള വഴിയാണിത്. എന്നാൽ നിലവിലുള്ള ഹൈവേ നിർമ്മാണ സ്ഥിതി അനുസരിച്ച് ഈ വാഹനങ്ങൾക്കൊന്നും ഹൈവേ മറികടക്കാന് സാധിക്കില്ല. കാസർകോട് നിന്ന് ദേളി വഴി വരുന്ന ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങള് ഹൈവേയുടെ പടിഞ്ഞാറ് വശത്തുള്ള വീതി കുറഞ്ഞ വൺവേ ലൈനിലൂടെ വരികയും അത് അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ചട്ടംചാല് സ്കൂള് ജംഗ്ഷനില് ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് കടന്നു പോവാനുള്ള അണ്ടര് പാസോ നോർത്ത് ചട്ടംചാലില് ഓവർ ബ്രിഡ്ജോ നിർമ്മിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. മാത്രമല്ല ജനങ്ങളുടെയും വാഹനങ്ങളുടെയും സഞ്ചാര സ്വാതന്ത്ര്യം മാത്രമല്ല ജീവിക്കാനുള്ള പലരുടെയും മാർഗവും ഇതോടെ ഇല്ലാതാവുന്ന അവസ്ഥയും ഉണ്ടാകും. അതില് ഏറ്റവും കൂടുതല് ബുദ്ധിമുട്ടനുഭവിക്കുന്നവര് ചട്ടംചാലെ ഓട്ടോറിക്ഷക്കാരും ഗൂഡ്സ് വണ്ടിക്കാരും ടൗണിലെ വ്യാപാരികളുമാണ്. ചട്ടംചാലില് ഗവൺമെന്റിന് കീഴില് പൊതുസ്ഥലമില്ലാത്തതിനാല് പാർക്കിംഗ് പ്രശ്നങ്ങള് രൂക്ഷമാണ്. ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾക്ക് ഒരിടം പോലുമില്ലാത്ത അവസ്ഥ ചട്ടംചാലിലെ 200ഓളം വരുന്ന ഓട്ടോ ടാക്സിക്കാരുടെ ജീവിതവും വഴിമുട്ടുകയാണ്. പാർക്കിംഗ് സൗകര്യമില്ലാത്തത് ഹോട്ടൽ ഉൾപ്പെടെയുള്ള വ്യാപാരികളെയും വലിയ തോതില് ബാധിക്കുന്നു. അശാസ്ത്രീയമായ സർവീസ് റോഡ് നിർമ്മാണവും സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്. ചട്ടംചാല് ടൗണില് നിന്ന് 55-ാം മൈല് വരെ പടിഞ്ഞാറ് ഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ള സർവീസ് റോഡ് 2 മീറ്ററോളം ഉയരത്തിലാണ്. സമീപത്തുള്ള വീട്ടുകാർക്ക് സർവീസ് റോഡിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഏണി വെച്ച് കയറേണ്ടുന്ന അവസ്ഥയാണുള്ളത്. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ച് കിട്ടുന്നതിനു വേണ്ടി ആദ്യഘട്ടത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയെയും റോഡ് നിർമ്മാണ കമ്പനിയായ മെഗാ എഞ്ചിനീയറിംഗ് കമ്പനിയെയും ജില്ലാ കളക്ടർക്കും മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും നിവേദനം നൽകുവാനും പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുവാനും ജനകീയ കൂട്ടായ്മ തീരുമാനിച്ചു. യോഗത്തിൽ കൃഷ്ണൻ ചട്ടംചാൽ അധ്യക്ഷത വഹിച്ചു. സുഫൈജ ടീച്ചര് മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുല് ഖാദര് ചട്ടംചാല് സ്വാഗതവും റൌഫ് ബായിക്കര നന്ദിയും പറഞ്ഞു. പ്രസ്തുത യോഗത്തിൽ സമരസമിതി ചെയർമാനായി കൃഷ്ണനെയും ജനറൽ കൺവീനറായി അബ്ദുല് ഖാദറിനെയും ട്രഷററായി അഹമ്മദലിയെയും തെരഞ്ഞെടുത്തു. റിപ്പോർട്ട് തയ്യാറാക്കിയത് അലി എരിയാൽ. ബ്രിഡ്ജ് മീഡിയ, തെക്കിൽ.